കോടതിയുടെ മുന്നിൽ നമ്മൾ കാണാത്ത ഒരുപാട് വിവരങ്ങളുണ്ട് കേട്ടോ. നമ്മൾ ചർച്ച ചെയ്യാത്ത, നമ്മളിവിടെ കിടന്ന് പുറത്തേക്ക് വരുന്ന കുറച്ച് വിവരങ്ങൾ വെച്ച് നമ്മളിങ്ങനെ ഭയങ്കരമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിലപ്പുറമുള്ള വിവരങ്ങൾ കോടതിയുടെ മുന്നിലുണ്ടെന്നേ. അപ്പോൾ കോടതി SIT ഒരു തരത്തിൽ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ദേവസ്വം ബെഞ്ച് പരിഗണിക്കുന്ന ഘട്ടത്തിലൊക്കെ SITയിൽ പൂർണ്ണ വിശ്വാസം, അന്വേഷണം നന്നായി പുരോഗമിക്കുന്നെന്ന് കോടതി പറഞ്ഞു കാണാം. ബാക്കി പുറത്തെ രാഷ്ട്രീയ പ്രതികരണങ്ങളൊക്കെ ശരി തന്നെയാണ്. ഈ ശങ്കർദാസുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ടായിരുന്ന സമ്മർദ്ദം ഒരു യാഥാർത്ഥ്യമാണ്. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ, IPS ഉദ്യോഗസ്ഥൻ്റെ പിതാവാണ്. അതുകൊണ്ട് തന്നെ അതിനുള്ളൊരു സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ടെന്നുള്ള യാഥാർത്ഥ്യമോടെ നിൽക്കുന്നത്. പക്ഷേ ആ സമ്മർദ്ദത്തിനൊടുവിലും കാര്യങ്ങളിലേക്ക് കടന്നല്ലോ. കടന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ ഫെബ്രുവരി ആദ്യവാരം എന്നുള്ള ഏറ്റവും നിർണായകമായ സമയമാണ്. അപ്പോൾ ആരാണ് ഈ സ്വർണ്ണക്കൊള്ളയിലെ ഡയറക്റ്റ് ബെനിഫിഷ്യറീസ് എന്നുള്ളതാണ്. ഈ 600 ഗ്രാം സ്വർണം കണ്ടെത്തിയിട്ടുണ്ടല്ലോ, ആ സ്വർണം റിക്കവറി അല്ല കേട്ടോ, ഹാജരാക്കിയ സ്വർണം മാത്രമാണ്. ഇത് റിക്കവറി അല്ല, ഹാജരാക്കിയ സ്വർണം മാത്രമാണ്. അപ്പോൾ ഈ സ്വർണ്ണപ്പാളികൾ പുറത്തേക്ക് പോയതാണ് എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടാൽ അന്വേഷണം CBIക്ക് വിടുന്ന ഒരു വലിയ നിർണായക തീരുമാനവും നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി ED ആരിലേക്കൊക്കെ പോകും എന്നുള്ളതാണ്. ED ഇപ്പോൾ കടകംപള്ളിയുമായി ബന്ധപ്പെട്ടു എന്നുള്ള വിവരങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അത് എത്രത്തോളം സ്ഥിരീകരിക്കാനാവുമെന്ന് അറിയില്ല. കടകംപള്ളി ഒരുപക്ഷെ വിളിപ്പിച്ചേക്കാം. അപ്പോൾ ED കുറച്ച് പലരിലേക്കുമായിട്ട് ഇതിനിടയ്ക്ക് കടന്നു പോകാൻ സാധ്യതയുണ്ട്. അത് വേറൊരു വഴിക്ക് നിൽക്കുന്നു. പക്ഷേ ഈ സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട് CBI അന്വേഷണത്തിലേക്ക് പോകാനുള്ള സാധ്യത വളരെയേറെയാണ്. അത് ഈ SIT മോശമായതുകൊണ്ടല്ല, പാളി പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ അന്വേഷണം CBI ഏൽപ്പിക്കുന്നതായിരിക്കും നല്ലത് എന്നുള്ളതുകൊണ്ട് ദേവസ്വം ബെഞ്ചിൽ നിന്നും അങ്ങനെ ഒരു തീരുമാനം ഫെബ്രുവരി ആദ്യവാരത്തിൽ ഉണ്ടാകാൻ സാധ്യത.